നമസ്കാരം. ഫലമറിയാൻ കാത്തിരുന്നു. ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം ആര് ഭരിക്കും? കൂട്ടലും കിഴിക്കലും എല്ലാം കഴിഞ്ഞു. പ്രീ പോളും എക്സിറ്റ് പോളും കടന്നു. ഇനി എക്സാറ്റ് പോളിന്റെ ഫലമറിയാം. നാളെ രാവിലെ 8 മണിക്ക് എണ്ണിത്തുടങ്ങും. 8:30 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. കേരളത്തിന്റെ ജനമനസ്സറിയുന്നതിനൊപ്പം പശ്ചിമ ബംഗാളിലെയും അസമിലെയും തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ഫലമറിയാം. എല്ലാ ഫലവും തത്സമയം പ്രേക്ഷകർക്ക് നാളെ അറിയാം. നാളെ രാവിലെ 7 മണി മുതൽ അമൃത ടിവിയും അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനലും സജ്ജമാണ്. നെഞ്ചെടുപ്പോടെ കേരളം കാത്തിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും അവസാന പ്രതീക്ഷകളുടെ വിശദാംശങ്ങളുമായി ടോപ്പ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ ഭാവി ആരുടെ കയ്യിൽ? ആര് ഭരിക്കും? നാളെ അറിയാം. 43 കേന്ദ്രങ്ങളായി നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്. 8:30 ആദ്യ ഫലസൂചനകൾ എത്തും. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 79.70% പോളിംഗ് ആണ്. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ കേൽക്കർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനത്തിൽ ഇന്നാണ് വ്യക്തത വരുന്നത്. 79.70% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 20,028 സർവീസ് വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചത്. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കും. അതിനാൽ ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നാളെ നടക്കുന്ന വോട്ടെണ്ണലിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. EVM 8:30 ശേഷമായിരിക്കും എണ്ണി തുടങ്ങുന്നത്. എല്ലാ സംശയങ്ങളും തീർച്ച ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ്, ഫാൾസ് ന്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻ എല്ലാവരുടെ എതിരെ ഉണ്ടാവും എന്നുള്ളത് കൂടി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാവരും ഫോളോ ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വോട്ടെണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്കായി 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമായിരിക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് ഇത്തവണ അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി ആകാംക്ഷയുടെ മണിക്കൂറുകൾ മാത്രം. ഭരണത്തിൽ എത്തുമെന്ന ആത്മവിശ്വാസത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു UDF. അതേസമയം തുടർ ഭരണമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. മുന്നണി നേതാക്കളൊക്കെയും നാളെ തലസ്ഥാനത്ത് തന്നെയുണ്ട്. കണക്കുകൂട്ടലുകളുമായുള്ള മുന്നണികളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി എത്തിയതോടെ UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജയം ആഘോഷിക്കാൻ പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവൻ ഒരുങ്ങിക്കഴിഞ്ഞു. പന്തലുയർന്നത് കൂടാതെ UDF വിജയത്തിൽ പങ്കുവയ്ക്കാനുള്ള മധുരത്തിനും ഓർഡർ നൽകി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങി മുതിർന്ന നേതാക്കൾ നാളെ KPCC ആസ്ഥാനത്ത് ഒന്നിച്ചിരുന്ന ഫലപ്രഖ്യാപനം കാണും. അതേസമയം ഭരണ തുടർച്ചയെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ AKG സെന്ററിൽ തന്നെ ഉണ്ടാകും. ജില്ലയിലെ മറ്റു നേതാക്കളും അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂരിലെ വീട്ടിൽ തന്നെയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന പങ്കുവഹിക്കാൻ കഴിയും വിധം BJP വിജയം നേടുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ നാളെ BJP സംസ്ഥാന കാര്യാലയം മാരാർജി ഭവനിൽ ഫലം വീക്ഷിക്കും. പൊതുജനവും കാത്തിരിക്കുകയാണ്. ജനവിധി ആർക്കനുകൂലമാകുമെന്നറിയാൻ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ രൂപീകരണത്തിന്റെ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലും UDF നേതൃത്വം ഉണ്ട്. വോട്ടെണ്ണലിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. KPCC ആസ്ഥാനം ഉത്സവ അന്തരീക്ഷത്തിലാണ്. ഇന്ദിരാഭവനിൽ രാവിലെ തന്നെ വലിയ പന്തലാണ് ഉയർന്നത്. ഫലപ്രഖ്യാപനം അറിഞ്ഞയുടൻ ആഹ്ലാദ പ്രകടനങ്ങൾക്കായി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഒപ്പം LDFും NDAയും ഒക്കെയും ആത്മവിശ്വാസം പുലർത്തുന്നുമുണ്ട് താനും. തെക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വിശകലനവുമായി
രജിത്ത് ചേരുന്നുണ്ട്. അപ്പം മധ്യ കേരളത്തിലെ വിശകലനവും വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായരും വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി രേഷ്മയും ചേരുന്നുണ്ട്. ആദ്യം പോകുന്നത് തെക്കൻ കേരളത്തിലേക്കാണ്, രജിത്തിലേക്കാണ്. രജിത്ത്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം പിടിച്ചാൽ ദക്ഷിണ കേരളം പിടിച്ചാൽ അവർ ഭരണത്തിൽ എന്നൊരു പറച്ചിലൊക്കെ പൊതുവെയുണ്ട്. ഈ തെക്കൻ കേരളം എങ്ങനെ ചിന്തിക്കും? ജനമനസ് എങ്ങോട്ടായിരിക്കും രജിത്ത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു തരത്തിലും ആർക്ക് ജയമെന്ന് പറയാൻ കഴിയാത്ത ഒരു തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് ഇത്തവണ വേദിയായത് എന്നത് തന്നെയാണ്. അതേസമയം തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം പുറത്തു വന്നപ്പോൾ അത് UDF അനുകൂല തരംഗമായി മാറുന്നു എന്നൊരു കാര്യം മാത്രം നമുക്ക് വ്യക്തമായത്. എന്ത് തന്നെയായാലും 80 മുതൽ 85 സീറ്റ് വരെയാണ് UDF പോലും ഇപ്പോൾ UDF അനുകൂല തരംഗം എന്ന് പറയുമ്പോൾ പോലും അവർ പറയുന്നത് 80 മുതൽ 85 സീറ്റ് വരെ. അതേ സമയത്ത് തുടർഭരണം എന്ന അതേ രീതിയിൽ തന്നെയാണ് LDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതാണ്, ആഘോഷ പരിപാടികൾക്കൊക്കെ അവർ തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ LDF ക്യാമ്പ് പറയുന്നത് തങ്ങൾക്ക് തുടർഭരണം ഉണ്ടാകും, ആഘോഷം സംഘടിപ്പിക്കാൻ അധിക സമയം വേണ്ടിവരില്ല എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഈ തെക്കൻ കേരളത്തിൽ ആർക്കാണ് ഈ രീതിയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് അവർ ഭരണം നേടും എന്ന രീതി തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അങ്ങനെയായിരുന്നുവെങ്കിൽ ഇത്തവണ അത് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, NDA കൂടി കൃത്യമായ തങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും. ഒപ്പം തന്നെ 3 മുതൽ 5 സീറ്റ് വരെ തങ്ങൾക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി അവർ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്കറിയാം 79.79% പോളിംഗ് ആണ് കഴിഞ്ഞ വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃത്യമായി SIR ശേഷം വന്നിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതിൽ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായി വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. വോട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുതന്നെ അത് ഏതു രീതിയിൽ ആർക്ക് അനുകൂലമാകുമെന്നാണ് ഇനി കാണാനുള്ളത്. എന്തുതന്നെയായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ്. അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിനാൽ തന്നെ ആ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളൊക്കെയും തന്നെ നാളെ KPCC ആസ്ഥാനത്തെത്തി ഫലപ്രഖ്യാപനം കണ്ടതിന് ശേഷം തങ്ങൾ ജയിക്കുകയാണെങ്കിൽ വേണ്ട മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. അത് ജയം ഉറപ്പിച്ചുകൊണ്ടുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയം ഉറപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പന്തലടക്കമുള്ള കാര്യങ്ങൾക്ക് അവർ തയ്യാറാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ മധുരം വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികളടക്കം അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതേ രീതിയിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ EKG സെന്ററിലും നാളെ ഉണ്ട്. അവർ മറ്റു നേതാക്കൾക്കൊപ്പം അവിടെ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് BJP ആസ്ഥാനത്തും നേതാക്കൾ നാളെ ഒന്നിച്ചിരുന്ന ഫലപ്രഖ്യാപനം കണ്ടതിന് ശേഷം തങ്ങൾക്ക് അനുകൂലമായ വിധി ഒന്നിച്ചിരുന്ന് കാണുക എന്നത് തന്നെയാണ് അവർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഘോഷത്തിന്റെ ഒരു മൂഡ് തന്നെയാണ്. കാരണം എല്ലാവരും വിജയം പ്രതീക്ഷിക്കുന്നു. അത്ര കണ്ട് രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കാൻ വരാൻ പോകുന്നത് എന്നാണ് മുന്നണികൾ കരുതിയിരിക്കുന്നത്. അത് ഏതു രീതിയിലാകുമെന്നതിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ള. ആ മണിക്കൂറുകൾക്ക് ശേഷം കൃത്യമായ ഫലത്തിലേക്ക് കടക്കുകയും ചെയ്യും. അശ്വതി, ശരി. തെക്കൻ കേരളത്തിലെ വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെയാണ് രജിത്ത് പങ്കുവച്ചത്. ഇനി മധ്യകേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ അറിയേണ്ടതുണ്ട്. മധ്യകേരളത്തിലേക്കാണ് ഇനി ടോപ്പ് 10 പോകുന്നത്. മധ്യകേരളത്തിൽ ജനമനസ് ആർക്കൊപ്പം എന്നതാണ് വിവരങ്ങൾ. വിശദാംശങ്ങൾ ശ്രീജിത്ത് നായർ നൽകും. ശ്രീജിത്ത്, ഈ മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ജനമനസ് ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ UDFന് വലിയ തകർച്ച നേരിട്ടതാണ്. അപ്പോഴൊക്കെ പിടിച്ചു നിന്നത് ഈ മധ്യകേരളത്തിലാണ്. ഒരു പൊതുചിത്രം എങ്ങനെയാണ്? അശ്വതി, വലിയ പ്രതീക്ഷയോടുകൂടി UDF ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മധ്യകേരളത്തിലെ ജില്ലകൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധ്യകേരളം ആണ് ഈ UDFന്റെ സീറ്റുകൾ തിരിച്ചു പിടിച്ച്, അവർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം സീറ്റുകൾ വന്ന് ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നത് എന്ന ചോദ്യം കൃത്യമായി LDF എല്ലാ ഘട്ടത്തിലും ചോദിക്കുമ്പോൾ മധ്യകേരളത്തിലെ സീറ്റുകളിൽ പ്രതീക്ഷ വെച്ച് തന്നെയാണ് UDF മുന്നോട്ട് നോക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ല ഇനിയിപ്പോൾ മണിക്കൂറുകൾ, വെറും 10 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ അവസാന കണക്കൂട്ടലുകളിലും കുറേയധികം LDF സീറ്റുകൾ തങ്ങളുടെ കൈവശം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മധ്യകേരളത്തിലാണ്. വലിയ രീതിയിലുള്ള ഒരു തേരോട്ടം 2021 ഉണ്ടായപ്പോഴും എറണാകുളം ജില്ലയിൽ 9 സീറ്റുകൾ, 14 മണ്ഡലങ്ങളിലെ 9 സീറ്റുകളും UDF സുരക്ഷിതമായി കാത്തിരുന്നു. പക്ഷേ കോട്ടയവും ഇടുക്കിയും UDF കോട്ടകളായി കരുതപ്പെടുന്നുണ്ടെങ്കിലും അത് ഒക്കെ LDF കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് പ്രധാനമായും നടത്തുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് 14 മണ്ഡലങ്ങളുള്ളതിൽ ഏതാണ്ട് 12 മണ്ഡലങ്ങളിൽ എറണാകുളത്ത് ഈ
ഘട്ടത്തിൽ UDF വിജയലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി ഉൾപ്പെടെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 മണ്ഡലങ്ങൾ അവർക്ക് അല്പം ആത്മവിശ്വാസക്കുറവുള്ളത്, ഒന്ന് കോതമംഗലത്തും മറ്റൊന്ന് കൊച്ചിയിലും മാത്രമാണ്. ബാക്കി തൃപ്പൂണിത്തുറയിലാവട്ടെ ഒപ്പം കളമശ്ശേരി ആവട്ടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ തൃപ്പൂണിത്തുറ നിലവിൽ കെ ബാബു കഴിഞ്ഞ തവണ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ LDF ആ ഘട്ടത്തിൽ പുലർത്തുന്നുണ്ട്. എന്തായാലും ഒരു 12 സീറ്റ് എന്തായാലും ഇവിടെ പ്രതീക്ഷിക്കുമ്പോൾ കോട്ടയത്തും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അവിടെ വിഹിതം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം കോട്ടയത്ത് UDF കോട്ടയായി കരുതപ്പെടുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം സീറ്റുകളെല്ലാം തന്നെ LDF കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ജോസ് കെ മാണി പോയ പോക്കിന് കുറേ സീറ്റുകൾ നഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇത്തവണ മലബാറിൽ എങ്ങനെയാണോ മുസ്ലിം കൺസോളിഡേഷൻ്റെ ഒരു വോട്ട് UDF അനുകൂലമായി വരുന്നു എന്നൊരു എക്സിറ്റ് പോൾ പ്രവചനം ഉണ്ടായ പോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പോളറൈസേഷൻ, ഒരുമിച്ചുള്ള ഒരു UDF അവരുടെ ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു നിഗമനം നടക്കുന്നുണ്ട്. അത് ആ ഒരു ഇതിൽ ഇടുക്കി, കോട്ടയം ഒക്കെ തന്നെ തങ്ങളോടൊപ്പം പോരും എന്നുള്ള ചിന്തയിലാണ് നിലവിൽ നിൽക്കുന്നത്. പൂഞ്ഞാറിൽ വളരെ ശക്തമായ മത്സരം നടന്ന സ്ഥലമാണ്. പൂഞ്ഞാറിൽ PC ജോർജ് എത്ര വോട്ട് സമാഹരിക്കുമെന്നുള്ളത് തന്നെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾ മാറ്റുന്നു. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി കളത്തിലെത്തിയോടുകൂടി മാണി സി കാപ്പനും പാലയിലെ ഒരു മത്സരചിത്രവും മാറി. ചങ്ങനാശ്ശേരിയിലും പ്രതീക്ഷ വെക്കുന്നുണ്ട് UDF. പക്ഷേ ഇവിടെയൊക്കെ അത്ര കൃത്യമായൊരു മത്സരചിത്രം തെളിഞ്ഞ്, അതായത് കൃത്യമായി ആരിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ആലപ്പുഴയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത്തവണ. പക്ഷേ അവർ ഹരിപ്പാട്, ഒപ്പം പിന്നെ അരൂര്, കുട്ടനാട്, അമ്പലപ്പുഴ എന്ന മണ്ഡലങ്ങൾ, സുധാകരൻ്റെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ വെച്ചുകൊണ്ട് അവിടെ ഈ 2 ജില്ലകളിൽ നിന്ന് ഈ മാക്സിമം സീറ്റുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ 50 സീറ്റുകൾ ഉണ്ടായതിൽ 35 സീറ്റും LDF-നൊപ്പമായിരുന്നു. 15 സീറ്റുകൾ മാത്രമാണ് UDF നേടിയത്. എന്നാൽ അത് മാറ്റി ഇത്തവണ 35 സീറ്റിലോട്ട് ഈ മധ്യകേരളത്തിൽ എത്തിയാൽ മാത്രമേ UDF-ന്റെ വിജയപ്രതീക്ഷ ഫലവത്താവുകയുള്ളൂ. തൃശ്ശൂരിലും നല്ല മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ BJPക്ക് പ്രതീക്ഷയുള്ളൊരു സീറ്റ് തൃശ്ശൂരിലെ ഉള്ളത് പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ നഗരകേന്ദ്രീകൃതമായ വോട്ടുകൾ ഉള്ള മണ്ഡലമാണ്. പക്ഷേ തൃശ്ശൂരിൽ നല്ല ഗംഭീരമായ മത്സരം നടക്കുന്നത് മണലൂരാണ്. നമുക്ക് ചിന്തിക്കാനാവാത്ത രീതിയിലൊരു പ്രവചനാതീതമായ ഒരു മത്സരമാണ്. അവിടെ TN പ്രതാപൻ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രനാഥും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥി ശക്തരായതുകൊണ്ട് തന്നെ അവിടെയും സാധ്യത UDF-ന് കുറവാണ്. അവിടെ സംഘടനാ സംവിധാനങ്ങൾ കുറവായത് UDF-നെ അലട്ടുന്നുണ്ട്. ഇത് തന്നെ ഗുരുവായൂരിലും ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നതോടുകൂടി ചിത്രത്തിന് ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഛായ വന്നു. പാലക്കാട്ടെ നമുക്കറിയാം, നേരത്തെ മലമ്പുഴയിലും ഒപ്പം തന്നെ ചിറ്റൂര്, ഒപ്പം തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട്, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ആയിരുന്ന സീറ്റാണ്. അത് കൈവിട്ടു പോകാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ ഈ മത്സരം എന്ന് പറയുമ്പോൾ മധ്യകേരളം പിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ പോലും ഈ ത്രികോണ മത്സരത്തിൻ്റെ ഒരു ഛായ വന്നത് പലയിടത്തും കാര്യങ്ങൾ ഒരല്പം UDF-ന്റെ മേൽക്കൈ തകർക്കുന്ന ചിന്ത, അല്ലെങ്കിൽ ആ നിഗമനത്തിലേക്ക് എത്താൻ നിരീക്ഷകർ കരുതുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസമാണ് VD സതീശൻ പുലർത്തുന്നത്. ഒപ്പം തന്നെ 2020-യുടെ ഒരു സ്വാധീനം ഇക്കാര്യത്തിൽ കുന്നത്തുകാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അശ്വതി, അതുതന്നെയാണ് ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം, പാലക്കാട്, ഒപ്പം കോട്ടയം, തൃശ്ശൂർ ഒക്കെ തന്നെയും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ജില്ലകളാണ്. മധ്യകേരളത്തിലെ പൊതുവിവരമാണ് ശ്രീജിത്ത് നായർ നൽകിയത്. ഇനി വടക്കൻ കേരളത്തിലേക്കാണ് ടോപ് 10 പോകുന്നത്. രേഷ്മയാണ് ചേരുന്നത്. രേഷ്മ, ഈ പറഞ്ഞ പോലെ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പമാണ് പ്രതീക്ഷ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. കണ്ണൂരിൽ നമ്മൾ പല കാര്യങ്ങളും കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കണ്ണൂരിലെ വിമതരുടെ മത്സരവും വിവാദങ്ങളും LDF-ന് തിരിച്ചടി നൽകുമോ എന്ന ആശങ്ക LDF ക്യാമ്പിനുണ്ട്. അതൊക്കെ വോട്ടാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ മാറ്റാം എന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ UDF-ഉം. സ്ട്രോങ് റൂം തുറക്കലും അനൗൺസ്മെന്റ് വിവാദവും ഒക്കെ കോഴിക്കോട്ട് ഉയർന്നു കേട്ടതാണ്. പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട് ഒപ്പത്തിനൊപ്പം NDA-യും. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അശ്വതി, എക്സിറ്റ് പോളിൽ UDF-ന് അനുകൂലമാണ് മലബാർ എങ്കിൽ പോലും ഇപ്പോഴും പ്രവചനാതീതമാണ് ഇവിടുത്തെ നമ്മുടെ ഫലപ്രഖ്യാപനം വരും മുന്നേ പോലും പ്രവചനാതീതമാണ് ഈ വോട്ടെണ്ണൽ. ആരോടൊപ്പം നിൽക്കും, ആര് തൂക്കും മലബാർ എന്ന കാര്യത്തിൽ ഇപ്പോഴും മുന്നണികൾക്കുള്ളിൽ തന്നെ ആശങ്ക ഉയരുന്നുണ്ട്. നമുക്ക് കോഴിക്കോടേക്ക് കടന്നാൽ തന്നെ അറിയാം, കോഴിക്കോട് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ ഒന്ന് ബേപ്പൂർ മണ്ഡലമാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഇവിടെ മത്സരിക്കുന്നത്. തൊട്ടൊപ്പം തന്നെ NCP-യിലെ തർക്കത്തെ തുടർന്നും AK ശശീന്ദ്രൻ മത്സരിച്ച എലത്തൂർ മണ്ഡലം, ഒപ്പം പേരാമ്പ്രയിൽ അനൗൺസ്മെന്റ് വിവാദം ഉൾപ്പെടെ LDF കൺവീനറാണ് ഇവിടെ മത്സരിച്ചത് TP രാമകൃഷ്ണൻ. ഈ 3 മണ്ഡലങ്ങളിലേക്കാണ് കേരളം ഉറ്റുനോക്കുന്നത്. നമുക്കിവിടെ അറിയാം, PV അൻവർ വന്നതോടെയാണ് ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരം കനത്തത്.
ഇതിനിടെ വെല്ലുവിളികളും പോർവിളികളും അൻവർ ഇതുവരെ നടത്തിയിരുന്നു. എങ്കിൽ പോലും ഈ മണ്ഡലം തനിക്ക് അനുകൂലമാണെന്നാണ് റിയാസ് ഇന്നുകൂടി പ്രതികരിച്ചിരിക്കുന്നത്. എലത്തൂരിലേക്ക് കടക്കുമ്പോൾ എലത്തൂർ UDF-നൊപ്പം ചായുമോ എന്നുള്ളൊരു ആശങ്ക LDF ക്യാമ്പിലുണ്ട്. എങ്കിൽ പോലും CPM വോട്ടുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നേരിയ ആശ്വാസമുണ്ടാകുമെന്നുള്ള LDF ക്യാമ്പിൽ നിന്നും അത്തരത്തിലുള്ളൊരു പ്രതികരണവും ലഭിക്കുന്നുണ്ട്. പേരാമ്പ്രയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഇന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞത് ഒട്ടും ആശങ്കയില്ലെന്നാണ്, നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് പേരാമ്പ്രയിൽ നിന്നും TP രാമകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞത്. അനൗൺസ്മെന്റ് വിവാദം ഉൾപ്പെടെയുള്ളവ ഏശിയില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നത്. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് കടക്കുമ്പോൾ അറിയാം, വിമതരാണ് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. വിമതര തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ നിന്ന് വിമതർ ജയിച്ചു കയറുമോ എന്നുള്ളൊരു ആശങ്ക LDF ക്യാമ്പിലുണ്ട്. തൊട്ടപ്പുറം തന്നെ നമുക്ക് പേരാവൂരിൽ അറിയാം, AK ശൈലജ മത്സരിച്ച് കയറുമോ, ഒപ്പം തന്നെ സണ്ണി ജോസഫ് തോൽക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കയും അതുപോലെ തന്നെ ഉയരുന്നുണ്ട്. നമുക്ക് കയറുന്നത് കാസർഗോഡേക്കാണ്. കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാവുന്നതുപോലെ BJP പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ ഇത്തവണയെങ്കിലും, കഴിഞ്ഞ തവണ നമുക്കറിയാം നേരിയ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ സുരേന്ദ്രൻ തോറ്റിരുന്നത്. ഇത്തവണ BJPക്ക് ഈ മണ്ഡലം തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ NDA ക്യാമ്പിൽ നിന്നും ഉയരുന്നുണ്ട്. അതേസമയം UDF-ന് ഇവിടെ ആത്മവിശ്വാസം തന്നെയുണ്ട്. തങ്ങളോടൊപ്പം തന്നെ മണ്ഡലം നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതേസമയം തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ. ശരി, സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിലും വലിയ പ്രതീക്ഷയാണ് മൂന്ന് മുന്നണികളും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലെ പൊതുവിവരങ്ങളാണ് രേഷ്മ പങ്കുവച്ചത്. ഇനി ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണെന്ന് നോക്കാം. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. എല്ലാ എക്സിറ്റ് പോളുകളും 65 സീറ്റുകൾ വരെ LDF-ന് പറയുമ്പോൾ ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. BJP അക്കൗണ്ട് തുറക്കില്ല. നേമത്തും കഴക്കൂട്ടത്തും LDF തന്നെ വിജയിക്കും. പിണറായി വിജയൻ ഉൾപ്പെടെ LDF നേതാക്കന്മാർ എല്ലാം മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അതേസമയം പേരാവൂരും തൃത്താലയിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നതെന്നും MV ഗോവിന്ദൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മോടൊപ്പം ചേരുകയാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളുകളൊക്കെ UDF-നാണ്, അതായത് ഭരണം നഷ്ടമാകുമെന്ന് പറയുമ്പോഴും എക്സിറ്റ് പോളുകളുടെ ശരാശരി നോക്കുമ്പോൾ ഒരിക്കലും ഒരു അമ്പേ പരാജയം പറയുന്നില്ല. കാരണം 70 ശരാശരി നോക്കുമ്പോൾ 65 മുതൽ 70 വരെ മുട്ടി നിൽക്കുകയാണ്. എന്തായാലും ഈ എക്സിറ്റ് പോളുകളൊക്കെ പൂർണ്ണമായും തള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എക്സിറ്റ് പോൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് 69 സീറ്റ് വരെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂരിപക്ഷത്തിന് 2 സീറ്റാണ് കുറവ്. പിന്നെ അവരുടെ ലിസ്റ്റ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞതും തോൽക്കുമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് UDF ജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഡസൻ കണക്കിന് സീറ്റ് ഞങ്ങൾ ജയിക്കുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് പോൾ വെച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞ 2 കാര്യം: ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല; 2, മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ പിണറായി വിജയനാണ്; 69 വരെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്; 2 സീറ്റ് കൂടി കിട്ടിയാൽ ഭൂരിപക്ഷമായി. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ പറയാതെ പറഞ്ഞു വെച്ച കാര്യം. ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഈ CPM ക്യാമ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു നിശബ്ദതയാണല്ലോ, ഒരു മൗനം കാണുന്നുണ്ട്. മൗനമില്ല, ഞാനന്ന് മുതലേ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസ് നമ്മൾ ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മുതലേ കാണുന്നൊരു കാഴ്ച. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നതോടെ വലിയ ആവേശത്തിലാണ് അവർ. അല്ല, അവരെ ആവേശം കുറേ ചെയ്തത്. 100+ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇല്ലെങ്കിൽ വനവാസം. ഇപ്പോൾ ആ 100+ലേക്കൊന്നും അവർ പോകുന്നില്ല. കനൂര് കൂടി അവരിപ്പം ജയിക്കും എന്നുള്ളതിന് ഉറപ്പില്ലാതെ നിരയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഈ മുഖ്യമന്ത്രി ആരെന്ന രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മാത്രമല്ല, ഈ നാളെ റിസൾട്ട് വന്നാൽ 5-ാം തീയതി സ്ക്രീനിംഗ് കമ്മിറ്റി, 6-ാം തീയതി ഘടകകക്ഷികളുടെ യോഗം, 7-ാം തീയതി നേതാക്കന്മാർ ഡൽഹിക്ക് പോകുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ആ ഷെഡ്യൂൾ വരെ അവർ ക്രമീകരിച്ചിരിക്കുകയാണ്. അത് മുമ്പേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ്. ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷവും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളെ രാവിലെ ആകുമ്പോഴേക്ക് തീരും. നാളെ ഒരു എത്ര മണി, ഒരു 12 മണി വരെ പോകുക, അതൊരു 10 മണിയാകുമ്പോൾ ട്രെൻഡ് അറിയാൻ പറ്റുമോ? രാവിലെ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കേരളം ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. വ്യക്തമായ മെജോറിറ്റി കിട്ടുമെന്നതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ചൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കും. നല്ല ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം ടേം അധികാരത്തിൽ വരും. CPM-ൽ നിന്ന് മാറി മറുകണ്ഠം ചാടി UDF-ന്റെ പിന്തുണയോട് മത്സരിച്ച 5 പേർ, ഈ 5 പേർക്ക് എന്തായിരിക്കും അവരുടെ രാഷ്ട്രീയ ഭാവി എന്ന് എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. ഈ 5 പേർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക നാളെ? 5 പേരും UDF ആവും, തോക്കുകയും ചെയ്യും. അത് തർക്കമില്ല. ഇത്ര സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്യും. ജയിക്കും. തളിപ്പറമ്പിലായാൽ എവിടെയും G. സുധാകരൻ ജയിക്കില്ല.
ഈ കോൺഗ്രസ് ഈ മന്ത്രിസഭാ രൂപീകരണം വരെ തീരുമാനിച്ചു, ഈ ലീഗിന് എത്ര മന്ത്രിമാർ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടെയാണ്. അപ്പോൾ ആ സമയത്ത് ഈ CPM ഒരുപക്ഷെ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അത്ര കണ്ട് നമുക്ക് നിഷ്കളങ്കമായി അങ്ങ് കണക്കിലെടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ ഇതെല്ലാം. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാനാവും. പാർട്ടി അത് കീഴ്മേൽ ബന്ധം അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീരുമാനിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ജനവിധി എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ജനവിധി തിരിച്ചായി കഴിഞ്ഞാൽ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന ചർച്ചകളൊക്കെ എല്ലാവരും ചോദിക്കുകയാണ്. ഞങ്ങൾ ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തോടെ ജയിച്ച് അധികാരത്തിൽ വരും. പിന്നെ എന്തിനാ പ്രതിപക്ഷത്തെ പറ്റി ആലോചിക്കുന്നത്? തുടക്കത്തിൽ പറഞ്ഞതുപോലെ വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങൾ നാളെ രാവിലെ 7 മണി മുതൽ അമൃത TVയിലും അമൃത ന്യൂസിന്റെ YouTube ചാനലിലും പ്രേക്ഷകർക്ക് തത്സമയം കാണാം. കാത്തിരിക്കുക.